ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന സുദാമാവിൻ്റെ കഥ ഈ മാധവമാസത്തിൻ്റെ ആ പുണ്യമായി നമ്മൾക്ക് കേൾക്കാം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയപ്പെട്ട സഖാവായിരുന്നു സുദാമാവെന്നൊരു ബ്രാഹ്മണൻ. തൻ്റെ പത്നിയും ഒന്നിച്ച് സ്വന്തം ഗൃഹത്തിൽ താമസിച്ചിരുന്നു അദ്ദേഹം. വിരക്തനും ധനഹീനനും എന്നാൽ വേദാംഗ പാരംഗതനുമായിരുന്നു സുദാമ. സമാനശീലയായ പത്നിയെ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയതും. ഒന്നും യാചിക്കാതെ തന്നെ കാലം കഴിച്ചു പോന്നു അവർ. പക്ഷേ ദാരിദ്ര്യം കൊണ്ട് ആഹാരമില്ലാതെ വലഞ്ഞ ക്ഷുൽക്ഷാമയായ ക്ഷമാശീലയായ തൻ്റെ പത്നിയോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ദ്വാരകാനാഥനായ കൃഷ്ണൻ എൻ്റെ മിത്രമാണ്. ഞങ്ങൾ സാന്ദീപനി ഗൃഹത്തിൽ ഒന്നിച്ച് പഠിച്ചും കളിച്ചും കഴിഞ്ഞവരാണ്. ഭോജവൃഷ്ണ്യാന്തകന്മാർക്ക് നാഥനായ ആ യദുപതിയെ ഞാൻ പിന്നീട് കണ്ടിട്ടേയില്ല. എന്നെങ്കിലും കാണണം എന്നൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. ഭക്തന്മാരുടെ ഏതു ദുഃഖവും തീർക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. ഇങ്ങനെ തൻ്റെ പതി പറഞ്ഞത് കേട്ടപ്പോൾ സുദാമാവിൻ്റെ പത്നിക്ക് സങ്കടമായി. ജീർണവസ്ത്രധാരിയും ദീനയുമായ സുദാമ പത്നി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നാം ഒരു നേരം ആഹാരം കൂടി കഴിക്കുവാനില്ലാതെ കഷ്ടപ്പെടുന്നുവല്ലോ. ജീർണിച്ചു പഴകിയ നമ്മുടെ ഈ കുടിൽ എപ്പോഴാണ് തകർന്നു വീഴുക എന്നും അറിയില്ല. മാറിയുടുക്കാൻ ഒരു വസ്ത്രം കൂടി നമുക്കില്ല. ഇങ്ങനെ അത്യന്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന നമ്മെ ഭഗവാൻ ഒന്ന് കരുണാപൂർവം കടാക്ഷിക്കാത്തത് എന്താണ്? അങ്ങാണെങ്കിലോ സദാസമയവും പൂജയും വ്രതവും നാമസങ്കീർത്തനവുമായി കഴിയുന്നു. അങ്ങയുടെ സതീർത്ഥ്യനും സഖാവുമാണ് ദ്വാരകാനാഥനായ കൃഷ്ണൻ എന്ന് പറഞ്ഞല്ലോ. എത്രയോ ബ്രാഹ്മണർ ദ്വാരകയിൽ പോയി ധനം കൊണ്ടുവരുന്നു. അത്യന്തം ദാനശീലനാണ് കൃഷ്ണൻ എന്ന് പരക്കെ കേട്ടുകേൾവിയുമുണ്ട്. സുദാമ തൻ്റെ പത്നിയോട് പറഞ്ഞു, ഭവതി പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ വിദ്വാനായ വിപ്രൻ ഭിക്ഷയാചിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് നിനക്കറിയില്ലേ? ഞാൻ എങ്ങനെയാണ് കൃഷ്ണനോട് എന്തെങ്കിലും യാചിക്കുക? നാം നമ്മുടെ കർമ്മഫലം അനുഭവിച്ചു തീർക്കുക തന്നെ വേണം. മാത്രമല്ല, നമ്മുടെ ദാരിദ്ര്യത്തെപ്പറ്റി സർവജ്ഞനായ അവിടുന്ന് അറിയാതിരിക്കുമോ? ഭഗവാൻ നമുക്ക് ഒന്നും തരുന്നില്ല എങ്കിൽ നാം അതിന് അർഹരല്ല എന്നാണ് അർത്ഥം. ക്ഷണികങ്ങളായ ഐഹിക സുഖങ്ങൾക്കു വേണ്ടിയല്ല ഞാൻ ഭഗവത് സ്മരണ ചെയ്യുന്നത്. ഭക്തൻ്റെ അഭീഷ്ടം അറിഞ്ഞുകൊണ്ട് ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് ഭക്തവത്സലനായ കൃഷ്ണൻ എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളൂ. ദാരിദ്ര്യവും ദുഃഖങ്ങളും അനുഭവിച്ച് അവരെൻ്റെ കൂടെ തന്നെ വസിച്ച് എൻ്റെ മിത്രങ്ങളായി കഴിഞ്ഞു. ദാതാവും കൃപാനിധിയുമായ ഭഗവാനോട് ഞാൻ യാചിക്കുന്നതായാൽ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മിത്രമാവുന്നത്? ഒരു യാചകൻ മാത്രമേ ആവുള്ളൂ. തലയിലെഴുത്ത് മാറ്റിമറിക്കാനാവുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഹരിയെ ധ്യാനിച്ച് തൃപ്തി അടഞ്ഞു കൊള്ളാം എന്ന് തൻ്റെ പത്നിയോടായി സുദാമ പറഞ്ഞു. ആ വിപ്രപത്നി വിനയത്തോടെ പിന്നെയും തൻ്റെ പതിയോട് പറഞ്ഞു, അങ്ങ് ഒന്ന് ദ്വാരകാപുരി വരെ പോയി വരൂ. ഒന്നും വേണ്ട, അങ്ങ് വളരെ കാലമായി കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ ആ സതീർത്ഥ്യനെ ഒന്ന് കണ്ടുവരിക. അങ്ങ് അദ്ദേഹത്തോട് ഒന്നും യാചിക്കണം എന്നില്ല. പരമപുരുഷനായ ഭഗവാനെ കണ്ടാൽ തന്നെ ദാരിദ്ര്യം അകന്നു പോകുമല്ലോ. ഇതു കേട്ട സുദാമ പറഞ്ഞു, രാജാക്കന്മാരും ദേവഗന്ധർവ കിന്നരന്മാരും ആജ്ഞ കൂടാതെ ചെല്ലാൻ മടിക്കുന്നിടത്ത് ദീനനും വൃദ്ധനുമായ ഞാൻ എങ്ങനെയാണ് കയറി ചെല്ലുന്നത്? അപ്പോൾ വിപ്രപത്നി പറഞ്ഞു, ദേവന്മാരോ രാജാക്കന്മാരോ പോവട്ടെ, അല്ലെങ്കിൽ പോവാതിരിക്കട്ടെ. അങ്ങയുടെ വരവ് മുൻകൂട്ടി അറിഞ്ഞ് പഴയ സതീർത്ഥ്യനെ ആ കരുണാനിധി ദൂതന്മാരെ അയച്ചു കൂട്ടിക്കൊണ്ടു പോകും. കൃഷ്ണൻ്റെ ആ ഒരു ദീനവാത്സല്യത്തെക്കുറിച്ചും ആ ദാനോത്സുക്യത്തെക്കുറിച്ചും എത്രയെത്ര കഥകളാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങാണെങ്കിലോ കുട്ടിക്കാലത്തൊന്നിച്ച് ഗുരുകുലവാസം ചെയ്ത ആ ഒരു സഹപാഠിയും ഉത്തമനായൊരു ബ്രാഹ്മണനുമല്ലേ. ഇങ്ങനെ ആ ദമ്പതിമാർ അന്യോന്യം സംഭാഷണം ചെയ്തു പോയി. അങ്ങനെ തൻ്റെ പത്നിയുടെ നിരന്തരമായ പ്രേരണയാൽ സുദാമ
ദ്വാരകയ്ക്ക് പോകാൻ ഉറപ്പിച്ചു. അങ്ങനെ ആ വിപ്രൻ പറഞ്ഞു, ആവട്ടെ, ഞാൻ ദ്വാരകയിലേക്ക് പോകാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ മുഖാരവിന്ദം കണ്ട് കൃതാർത്ഥനായി പോരാമല്ലോ. അഥവാ കൃഷ്ണൻ എന്തെങ്കിലും തന്നാൽ അത് കൊണ്ടുവന്ന് നിനക്ക് തരാം കേട്ടോ. പക്ഷേ എൻ്റെ മിത്രത്തോട് ഞാൻ യാചിക്കുന്നത് ഒരിക്കലും ധർമ്മമല്ല. രാജാവായ അദ്ദേഹത്തിനെ വെറും കൈയോടെ കാണാൻ പോകുന്നത് ഉചിതമല്ല. അതുകൊണ്ട് കൃഷ്ണന് കാഴ്ചവെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ആ ഗൃഹത്തിലാണെങ്കിലോ ഒരു മണി ധാന്യം പോലും ഉണ്ടായിരുന്നില്ല. ദ്വാരകാനാഥനായ കൃഷ്ണൻ എന്താണ് കൊടുത്തയക്കുക എന്ന് ആലോചിച്ച് സുദാമ പത്നി വിഷമത്തിലായി. ഒടുവിൽ എന്തു ചെയ്തെന്നോ, അയൽ വീടുകളിൽ പോയി ആ സുദാമ പത്നി 4 പിടി നെല്ല് യാചിച്ചു കൊണ്ടുവന്ന് കുത്തി അവിലാക്കി ഒരു കീറിയ ശീലത്തുണ്ടിൽ കെട്ടി തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ഒരു കഷ്ണം ശർക്കര കൂടി അതോടൊന്നിച്ച് വയ്ക്കാൻ ആ സ്വാതിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ സുദാമ ഭഗവാനെ മനസാ സ്മരിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കുറേ ദൂരം നടന്നതിനു ശേഷം ഒരു തോൽത്തോണിയിൽ സമുദ്രം തരണം ചെയ്ത് സുദാമ ദ്വാരകാപുരിയിലെത്തി. കോട്ടകളും അഗാധമായ കിടങ്ങുകളും മണിമന്ദിരങ്ങളും കൊത്തളങ്ങൾ, സഭാമണ്ഡപങ്ങൾ, ശൃംഖാടകങ്ങൾ, കൊടിക്കൂറകൾ, ആയുധശാലകൾ, ആനപ്പന്തികൾ, ക്ഷേത്രങ്ങൾ എന്നിങ്ങനെ ദ്വാരകയുടെ മഹിമ കണ്ട് ആ സാധുബ്രാഹ്മണൻ അമ്പരന്നു നിന്നു. ആരോടാണ് കൃഷ്ണനെ അന്വേഷിക്കേണ്ടത് എന്ന് സുദാമ അന്വേഷിച്ചു തുടങ്ങി. കൃഷ്ണൻ എവിടെയാണ് വസിക്കുന്നത് എന്നായിരുന്നു സുദാമ എല്ലാവരോടും അന്വേഷിച്ചത്. ഇത് കേട്ടപ്പോൾ ഒരു കാവൽക്കാരൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഇവിടെ എല്ലാ ഗൃഹങ്ങളിലും കൃഷ്ണൻ വസിക്കുന്നു. ഇത് കേട്ട് സുദാമ അടുത്തു കണ്ടൊരു മണിമാളികയിലേക്ക് നടന്നു തുടങ്ങി. തൻ്റെ സഖാവിനെ ദൂരത്തു നിന്നു തന്നെ കണ്ട കൃഷ്ണൻ ആ പർശങ്കയത്തിൽ നിന്നും എഴുന്നേറ്റ് ഓടി വന്ന് പ്രേമാശ്രുക്കളോടുകൂടി, ആ നിറഞ്ഞ കണ്ണുകളോടുകൂടി, ഒഴുകുന്ന കണ്ണുനീരോടുകൂടി തൻ്റെ സതീർത്ഥ്യനെ ഗാഠം ആലിംഗനം ചെയ്തു. അങ്ങനെ സുദാമാവിൻ്റെ കയ്യും പിടിച്ച് ഭഗവാൻ തൻ്റെ ആ കൊട്ടാരത്തിലേക്ക്, ശൈബ്യാഭവനത്തിലേക്ക് ആനയിച്ചു. സ്വർണപാത്രത്തിൽ വെള്ളമെടുത്ത് താൻ തന്നെ ആ ബ്രാഹ്മണൻ്റെ കാൽ കഴുകിച്ച് ആ തീർത്ഥം മൂർധാവിൽ തളിച്ചു ഭഗവാൻ. അടുത്തു നിന്നിരുന്ന പത്നിമാരെയും ആ പാദതീർത്ഥം തളിച്ചു. ആ പത്നിമാരിലും ആ പാദതീർത്ഥം തളിച്ചു ഭഗവാൻ. ഭഗവാനാൽ ആദരിക്കപ്പെട്ടൊരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഭഗവാന്റെ പത്നിമാരെല്ലാവരും മിത്രവിന്ദയുടെ ഭവനത്തിലേക്ക് ഓടിയെത്തി. അങ്ങനെ സുദാമാവിൻ്റെ ആ പാദങ്ങളെ കഴുകിച്ചതിനു ശേഷം തൻ്റെ ആ കൂട്ടുകാരനെ കൃഷ്ണൻ തൻ്റെ കട്ടിലിൽ ഇരുത്തി. ഗന്ധാക്ഷതങ്ങളെ കൊണ്ടും തുളസീദളം കൊണ്ടും പൂജിച്ചു ഭഗവാൻ സുദാമാവിനെ. പക്വാനം, പായസം മുതലായ വിശിഷ്ടമായ ഭോജ്യങ്ങൾ നൽകി സ്വീകരിച്ചു. പിന്നീട് താമ്പൂലം നൽകി. വൃദ്ധനും മലിനനും ജീർണവസ്ത്രധാരിയും തല നരച്ചവനുമായ തൻ്റെ സഖാവിനെ, തൻ്റെ സുദാമാവിനെ സ്വാഗതം ചെയ്തു ഭഗവാൻ. പുഞ്ചിരിച്ചുകൊണ്ട് മിത്രവന്ത അദ്ദേഹത്തിന് വീശിക്കൊടുത്തു. അപ്പോൾ ശ്രീകൃഷ്ണ പത്നിമാരെല്ലാവരും ഇതെല്ലാം കണ്ട് വിസ്മയിച്ച് തമ്മിൽ പറഞ്ഞു, ഇത്രയും സുഹൃതിയായ ഈ ബ്രാഹ്മണൻ ആരായിരിക്കാം? ഈ അവധൂതനായ ഭിക്ഷു എന്തു തപസ്സു ചെയ്തിട്ടാണ് ഈ ഒരു പുണ്യം നേടിയിരിക്കുന്നത്? നോക്കൂ, ഒരു ജ്യേഷ്ഠനെ പോലെയല്ലേ ഭഗവാൻ ഇദ്ദേഹത്തെ പൂജിക്കുന്നത്? കൃഷ്ണനും സുദാമാവും ഗുരുകുലത്തിലെ പഴയ ആ കഥകൾ പറയാൻ തുടങ്ങി. അവരിരുവരും കൈകൾ കോർത്തു പിടിച്ചിരുന്നു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, സുദാമ, നാം ഗുരുകുലത്തിൽ വസിച്ചിരുന്ന കാലത്തെ സംഭവങ്ങളെല്ലാം അങ്ങ് ഓർക്കുന്നുണ്ടോ? ഗുരുദക്ഷിണയും വെച്ച് സാന്ദീപനി ഗുരുവിൻ്റെ ആശ്രമം വിട്ട ശേഷം നാം പിന്നീട് കണ്ടിട്ടേയില്ല. കാലം എത്രയെത്ര കഴിഞ്ഞു. അങ്ങ് വയസ്സനെ പോലെ നരച്ചുവല്ലോ. അങ്ങയുടെ വിവാഹം കഴിഞ്ഞുവോ? അങ്ങയുടെ വീട്ടിൽ എല്ലാവരും ക്ഷേമമായിരിക്കുന്നുവോ? ഭഗവാന്റെ ഈ കുശല അന്വേഷണങ്ങളെല്ലാം കേട്ട സുദാമ ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ. എങ്ങനെയാണ് തൻ്റെ ആ കുടുംബകാര്യങ്ങൾ പറയുന്നത്? ഒന്നും പറയണ്ട എന്ന് വിചാരിച്ച് സുദാമ കണ്ണനെ നോക്കിയിരുന്നു. അപ്പോൾ തൻ്റെ സുഹൃത്തിനോട് ഭഗവാൻ പറഞ്ഞു, അങ്ങിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ. ഗുരുകുലവാസത്തിനിടയ്ക്ക് ഒരിക്കൽ ഗുരുപത്നിയുടെ ആവശ്യപ്രകാരം ജ്യേഷ്ഠനും നാം 2 പേരും കൂടെ
വിറകിനു വേണ്ടി കാട്ടിലേക്ക് പോയത് അങ്ങ് ഓർക്കുന്നുവോ? നാം ഭയങ്കരമായ ആ വനപ്രദേശത്ത് ചെന്നു പെടുകയും ചെയ്തു. നേരം സന്ധ്യയുമായി. കൊടുങ്കാറ്റും പേമാരിയും വന്നു. നാം അശേഷം നനഞ്ഞ് തലയിൽ വിറകുകെട്ടുമായി വഴിയെല്ലാം തെറ്റി ആ കാട്ടിൽ ചുറ്റി നടന്നു. അങ്ങനെ പ്രഭാതമായപ്പോഴേക്കും ഗുരു നമ്മെയും തിരഞ്ഞു വന്നു. എന്നിട്ട് അദ്ദേഹം നമ്മെ അനുഗ്രഹിച്ച് ആ കാട്ടിൽ നിന്നും ഗുരുകുലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഈ ഒരു സംഭവം അങ്ങ് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ കൃഷ്ണനും കുചേലനും തമ്മിൽ ആ പഴയ കഥകൾ കുറേ നേരം പറഞ്ഞിരുന്നു. അപ്പോൾ സുദാമ പറഞ്ഞു, കൃഷ്ണ, അങ്ങ് ലോക ഗുരുവാണ്. ഗുരുവെന്ന സാന്ദീപനി മുനിയെ അങ്ങ് വണങ്ങുന്നത് മനുഷ്യഭാവേനയുള്ള അങ്ങയുടെ അഭിനയമാണെന്നും എനിക്കറിയാം. ഈ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടും സുദാമ താൻ കൊണ്ടുവന്ന ആ അവിൽ പൊതി ഭഗവാന് കൊടുത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇത്രയും തുച്ഛമായൊരു വസ്തു യദുകുലാധിപനായ കൃഷ്ണന് എല്ലാവരും നോക്കി നിൽക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ആ ഒരു ലജ്ജാഭാരം കൊണ്ട് സുദാമ അത് കൊടുത്തില്ല. കഴിയുന്നതും ഒളിച്ചു വയ്ക്കുവാൻ ശ്രമിച്ചു. എന്നാൽ സർവാത്മാവായ ഭഗവാൻ തൻ്റെ സതീർത്ഥ്യൻ്റെ ഈ ആഗമനോദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു ബ്രാഹ്മണൻ ധനാർത്ഥം എന്നെ ഇതുവരെ ഭജിച്ചിട്ടില്ല. ഭഗവാൻ ആലോചിച്ചു. മുക്തിക്കു വേണ്ടിയുള്ള അഹേതുക ഭക്തിയാണ് ഇദ്ദേഹത്തിൻ്റേത്. ദാരിദ്ര്യ ദുഃഖം സഹിക്കാൻ വയ്യാതെ വലഞ്ഞ് തൻ്റെ പത്നിയുടെ പ്രേരണയാൽ അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ ഇങ്ങോട്ടൊന്നും വാങ്ങാതെ ഞാൻ എങ്ങനെയാണ് എന്തെങ്കിലും കൊടുക്കുന്നത്? ചോദിക്കുന്നവന് കൊടുക്കാം, അത് ധർമ്മമാണ്. പ്രതിഫലമാണെന്ന് വരികിൽ ഇങ്ങോട്ട് കിട്ടിയതിന് പകരമാണല്ലോ പ്രതിഫലം. ഭാര്യ എനിക്ക് വേണ്ടി കൊടുത്തയച്ച അവിൽ പൊതി ലജ്ജ കൊണ്ട് എനിക്ക് തരാതെ ഇദ്ദേഹം ഒളിച്ചു വെച്ചിരിക്കുകയുമാണ്. ഏതായാലും യാചിച്ചു തന്നെ നോക്കാം എന്ന് ഭഗവാൻ വിചാരിച്ചു. കുട്ടിക്കാലം മുതൽക്കു തന്നെ ഞാൻ യാചന ശീലിച്ചവനാണല്ലോ. ഈ വിധമെല്ലാം ചിന്തിച്ച് സുദാമാവിനോട് ചോദിച്ചു ഭഗവാൻ. ആകട്ടെ, ഗൃഹത്തിൽ നിന്നും പോരുമ്പോൾ എനിക്ക് തരുവാൻ എന്താണ് അങ്ങ് കൊണ്ടുവന്നിട്ടുള്ളത്? എത്ര കുറച്ചാണെങ്കിലും ആത്മാർത്ഥ ഭക്തൻ തരുമ്പോൾ അതെനിക്ക് വളരെ വലുതാണ്. ഇങ്ങോട്ട് തരൂ. ഇലയോ പൂവോ കായോ വെള്ളമോ എന്തു തന്നെയായാലും ഭക്തിയോടുകൂടി എനിക്ക് സമർപ്പിച്ചാൽ ഞാനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. അത്രയും മഹത്വം ഞാൻ മറ്റൊന്നിനും കൽപ്പിക്കുന്നില്ല. ഭഗവാൻ പറയുന്നത് കേട്ട് സുദാമ ഒന്നും മിണ്ടിയില്ല. സുദാമ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ട് ഭഗവാൻ പെട്ടെന്ന് ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് സുദാമാവിൻ്റെ കയ്യിൽ നിന്നും ആ അവൽ പൊതി പിടിച്ചു വാങ്ങി. ജഹാര കിമിതം സ്വയം എന്നാണ് ഗർഗാചാര്യൻ ഈ ഒരു സന്ദർഭത്തെ ഗർഗഭാഗവതത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഹേ ബ്രഹ്മൻ, എല്ലാ ലോകങ്ങളും എനിക്ക് സമർപ്പിച്ചാലും ഞാൻ ഇത്രയും തൃപ്തിപ്പെടുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പൊതിയഴിച്ച് ഒരു പിടി അവിൽ വാരി വായിലാക്കി ഭഗവാൻ. ഗോകുലം വിട്ടതിൽ പിന്നെ ഇത്ര സ്വാദുള്ള അവിൽ ഞാൻ കഴിച്ചിട്ടേയില്ല. എൻ്റെ യശോദാമ, ആ യശോദാമയുടെ കയ്യിൽ നിന്നും മാത്രമേ ഞാൻ ഇത്രയും സ്വാദിഷ്ടമായ തണ്ടുലം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു പിടി കൊണ്ടു തന്നെ ഭൂമിയിൽ അനുഭവിക്കാവുന്ന സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ തൻ്റെ മനസാദാനം ചെയ്തു സുദാമാവിന്. ഇനി പാതാള സമ്പത്ത് കൂടിയേ ദാനം ചെയ്യാൻ ഉള്ളൂ. എന്നാൽ അതും കൂടി ദാനം ചെയ്തേക്കാമെന്ന് കരുതി ആ പൊതിയിൽ നിന്ന് ഒരു പിടികൂടി വാരി ഭഗവാൻ. ഉടനെ തന്നെ ഭഗവാന്റെ വക്ഷസ്ഥലത്തു നിന്നും ലക്ഷ്മി ദേവി എഴുന്നേറ്റ് ആ തൃക്കൈ കടന്നു പിടിച്ച് യാതൊരു അപരാധവും ചെയ്യാത്ത എന്നെ എന്തിനാണ് അങ്ങ് ത്യജിക്കുന്നത് എന്ന് ചോദിച്ചു. ആ ഒരു പിടികൂടി ഭഗവാൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി സുദാമാവിൻ്റെ ദാസ്യവൃത്തി ചെയ്യേണ്ടി വരുമായിരുന്നുവെത്രേ. ഭക്തൻ്റെ ദാസ്യവൃത്തി ചെയ്യുന്നതിൽ ഒട്ടും മടിയില്ല ലക്ഷ്മി ദേവിക്ക്. എങ്കിലും ഭഗവാന്റെ ആ ഒരു വിരഹദുഃഖം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നായിരുന്നു. അതാലോചിച്ചായിരുന്നു ലക്ഷ്മി ദേവി അങ്ങനെ ചെയ്തത്. പക്ഷേ ആ ഒരു പിടി അവിൽ കൊണ്ടു തന്നെ സുദാമ ഇന്ദ്രതുല്യനായി തീർന്നു എന്നാണ് പറയുന്നത്. ഇത്രയും നൽകിയത് അങ്ങയുടെ അപാരമായ കാരുണ്യം തന്നെയാണ്. ഉടനെ തന്നെ ബാക്കി വന്ന ഉപഹാരം ഭഗവാൻ പ്രസാദമായി എല്ലാ പത്നിമാർക്കും വീതിച്ചു കൊടുത്തു. എത്ര തന്നെ കൊടുത്തിട്ടും അവിൽ തീരുന്നില്ല. അതൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. അവിൽ കിഴിയിൽ അത്ര തന്നെ ബാക്കിയും ഉണ്ടായിരുന്നു.
വിഷ്ണുമായ കൊണ്ട് ആ സമയത്ത് സുദാമാവിൻ്റെ വീട് സർവസമ്പൂർണമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു രാത്രി സുഖമായി അവിടെ താമസിച്ച് പിറ്റേന്നു കാലത്ത് ഭഗവാനെ നമസ്കരിച്ച് യാത്രാനുമതി വാങ്ങി സുദാമ തൻ്റെ ഗൃഹത്തിലേക്ക് യാത്രയായി. തൻ്റെ സതീർത്ഥിനെ മാറോടണച്ച് ആലിംഗനം ചെയ്ത് സ്നേഹബാഷ്പങ്ങളോടുകൂടി ഭഗവാൻ യാത്രയയച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും തന്നെ കൊടുത്തതുമില്ല. എന്തൊക്കെ വിചിത്രമായ രീതികളിലാണ് ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് അല്ലേ? അങ്ങനെ ഗൃഹത്തിലേക്ക് നടക്കുമ്പോൾ സുദാമ ചിന്തിച്ചു, ഞാൻ ഒന്നും ചോദിച്ചതുമില്ല, എൻ്റെ കൃഷ്ണൻ എനിക്കൊന്നും തന്നതുമില്ല. എങ്കിലും ഭഗവാന്റെ ആ ബ്രാഹ്മണ ഭക്തി അതിശയകരം തന്നെയാണ്. ജീർണമായ വസ്ത്രം ധരിച്ച മുഷിഞ്ഞു നാറി വൃത്തികെട്ട എന്നെ എത്ര സന്തോഷത്തോടെയാണ് കടന്നു പിടിച്ച് തൻ്റെ ആ തിരുമാറത്തണച്ചത് ഭഗവാൻ. എൻ്റെ പാദങ്ങൾ ഭഗവാൻ തന്നെ കഴുകിച്ചു. തൻ്റെ പട്ടമഹിഷിയായിരിക്കുന്ന സ്വർണ്ണ പറിയങ്കത്തിൽ, ആ സ്വർണ്ണ കിടക്കയിൽ എന്നെ ഇരുത്തി. കല്ലും മണ്ണും നിറഞ്ഞ എൻ്റെ ഒരു പിടി അവലിനെ എത്രമാത്രം ഭഗവാൻ പുകഴ്ത്തി. പണ്ടെങ്ങാണ്ട് കുട്ടിക്കാലത്തു കഴിഞ്ഞ കഥകൾ ഭഗവാൻ എൻ്റെ കൃഷ്ണൻ മറന്നിട്ടില്ല. കാട്ടിൽ വിറകിന് പോയ കഥയൊക്കെ എത്ര സൂക്ഷ്മമായി ഓർമ്മിച്ചു പറയുന്നു. സ്വന്തം പട്ടമഹിഷിയെ കൊണ്ട് നിസ്വനായ ഈ വൃദ്ധബ്രാഹ്മണനെ ചാമരം കൊണ്ട് വീശിപ്പിച്ചു ഭഗവാൻ. കൃഷ്ണൻ്റെ ഭക്തവാത്സല്യം അപാരം തന്നെയാണ്. ഒരു ജ്യേഷ്ഠനെ പോലെ, അല്ലെങ്കിൽ ജ്യേഷ്ഠനേക്കാളും ഉപരി കൃഷ്ണൻ എന്നെ ആദരിച്ചു. ധനം ലഭിച്ചാൽ കൃഷ്ണനെ മറന്നു പോയേക്കുമോ എന്നു കരുതിയായിരിക്കാം എനിക്ക് ഒന്നും തരാത്തത്. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് സുദാമ ബ്രാഹ്മണൻ തൻ്റെ ഗൃഹത്തിലെത്തി. ദാരിദ്ര്യ ദുഃഖം ശമിപ്പിക്കുവാനായി തന്നെ ദ്വാരകയിലേക്ക് അയച്ച പത്നിയോട് ഉള്ളിലൽപ്പം നീരസം തോന്നി സുദാമാവിന്. ധനാശയുണ്ടായത് നന്നായില്ല എന്നതാണ് കോപത്തിന് കാരണമായത്. ബുദ്ധിയില്ലാത്ത എൻ്റെ ഭാര്യയുടെ വാക്കു കേട്ടിട്ടാണല്ലോ ഞാൻ ചാടി പുറപ്പെട്ടത്. കൃഷ്ണൻ വലിയ ദാനശീലനാണ്, കരുണാമൂർത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ സുദാമ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. സുദാമ നോക്കുമ്പോൾ ഇത്ര നേരം ഓരോന്നും ആലോചിച്ച് വിചാരിച്ചു നടന്ന് തനിക്ക് വഴിതെറ്റിപ്പോയെന്നാണ് സാധുവിപ്രൻ കരുതിയത്. കോട്ടയും കൊത്തളവും വലിയ മതിലുകളും കിടങ്ങുകളും സ്വർണ്ണ പ്രാസാദങ്ങളും തോരണങ്ങളും കൊടിക്കൂറകളും എല്ലാം ദ്വാരക പോലെ തന്നെ ഇരിക്കുന്നു. താൻ ദ്വാരകയിൽ തന്നെ തിരിച്ചെത്തിയോ, ഇതെന്തൊരു അത്ഭുതമെന്ന് ചിന്തിച്ച് ഉടൻ തന്നെ അദ്ദേഹം വിചാരിച്ചു, അല്ല, ഇത് ദ്വാരകയല്ല. കാരണം ദ്വാരകയിലെ മന്ദിരങ്ങൾ കുറേ പഴയതാണ്, ഇവയെല്ലാം പുതിയതാണല്ലോ. ഇന്നലെ പണി തീർന്നവയെ പോലെ തന്നെ ഇരിക്കുന്നുമുണ്ട്. അങ്ങനെ ചിന്താകുലനായി തെരുവിൽ തന്നെ പകച്ചു നിന്നു സുദാമ. ഗ്രാമവാസികളായ അയൽക്കാർ സ്വഗൃഹം കാണിച്ചു കൊടുത്തിട്ടും സുദാമാവിന് വിശ്വാസമായില്ല. പരിചാരക വൃന്ദം സുദാമ പത്നിയെ ഈ വിവരം അറിയിച്ചു. അങ്ങനെ സുദാമ പത്നി സ്വർണ്ണപ്പല്ലക്കിലേറി സർവാഭരണ വിഭൂഷിതയായി പരിചാരികകളാൽ പരിവൃതരായിക്കൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മുൻപിലെത്തി വണങ്ങി നിന്നു. സുദാമ നോക്കുമ്പോൾ തൻ്റെ പത്നി മഹാലക്ഷ്മിയെ പോലെയായി തീർന്നിരിക്കുന്നു. കൃഷ്ണൻ്റെ കൃപാകടാക്ഷം തന്നെയെന്ന് സുദാമാവിന് ബോധ്യമാവുകയും ശ്രീകൃഷ്ണ ഭവനത്തിന് തുല്യമായ തൻ്റെ വീടും അലങ്കാരങ്ങളും ഭോജദ്രവ്യങ്ങളും വിധാനങ്ങളും സ്വർണ്ണപാത്രങ്ങളും എല്ലാം കണ്ട് സുദാമ കരഞ്ഞുകൊണ്ട് ഭഗവാനെ മനസാ സ്മരിച്ചു. കൃഷ്ണ, ദ്വാരകയിൽ നിന്നും പോരുന്ന വഴി അങ്ങയുടെ മായയാൽ എന്നെ അങ്ങ് അല്പനേരം മോഹിപ്പിച്ചു. അങ്ങയുടെ നിഷ്കാരണ ഭക്തനായ എന്നെ ഇനിയും ഈ മായയിൽ ഇട്ട് മലയ്ക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു സുദാമ. ഇതെല്ലാം ശ്രീകൃഷ്ണ കൃപയാലാണെന്നു മനസ്സിലാക്കിയ സുദാമ ആ സമ്പൽ സമൃദ്ധിയുടെ നടുവിലും ആസക്തിയോ ആകാംക്ഷയോ കൂടാതെ തൻ്റെ പത്നിയും ഒന്നിച്ച് സദാ ശ്രീകൃഷ്ണ സ്മരണയോടുകൂടി നാളുകൾ കഴിച്ചു. അദ്ദേഹം ചിന്തിച്ചു, അപ്പോൾ എനിക്ക് കണക്കില്ലാത്ത ഐശ്വര്യവും സമൃദ്ധിയും ഭഗവാൻ തന്നിരിക്കുന്നു. ഇത്രയൊക്കെ തന്നിട്ടും അക്കാര്യം എന്നോടൊന്ന് സൂചിപ്പിച്ചതുപോലുമില്ല ഭഗവാൻ. എല്ലാ ജന്മത്തിലും ഈ ഭഗവാന്റെ സഖ്യവും ദാസ്യവും എനിക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സുദാമ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പാദാംബുജങ്ങളെ ധ്യാനിച്ചുകൊണ്ട്
ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു സുദാമ. ഇങ്ങനെ ജ്ഞാനവൈരാഗ്യ ഭക്തികളോടെ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ജീവിതം കഴിച്ച ആ ദമ്പതിമാർ ഒടുവിൽ ഭഗവാന്റെ ആ ഗോലോകത്തെ തന്നെ പ്രാപിക്കുകയും ചെയ്തു. ഈ ചരിതം കേൾക്കുന്നവർ ഉടനെ തന്നെ നിത്യദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാകും. അത്യന്തം പുണ്യപ്രദമായ ദ്വാരകാഖണ്ഡം ഇത് ഭക്തിപൂർവം ശ്രവിക്കുന്നവർക്ക് സൽക്കുലം, ഭക്തി, മുക്തി എന്നിവയെല്ലാം ലഭിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമക്ഷം സർവവും സമർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന യാതൊരു ഭക്തർക്കും ഒരിക്കലും നാശമുണ്ടാവില്ല. സുദാമാവിനെ പോലെ ഉയർന്നുയർന്ന് ഒടുവിൽ മോക്ഷം പ്രാപിച്ച് ഭഗവാന്റെ അടുത്തു തന്നെ എത്തും തീർച്ച. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മാധവമാസത്തിൻ്റെ പുണ്യമായി സുദാമാവിൻ്റെ ഈ ഒരു കഥ നമ്മിലേക്ക് അനുഗ്രഹ വർഷമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.